നല്ല തണുപ്പുള്ള സമയത്ത് പിടിയും കോഴിയും കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഞങ്ങൾക്ക് ദേ ഇന്ന് വൈകിട്ട് പിടിയും കോഴിയും കഴിക്കണമെന്ന് തോന്നിട്ടോ. അപ്പോൾ അനിയത്തി രാത്രി 9 മണിയായപ്പോൾ പിടിയും കോഴിയും ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ എന്തായാലും അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല ചൂടോടെ നല്ല തണുത്ത രാത്രിയിൽ ദേ ഞങ്ങൾ പിടിയും കോഴിയും കഴിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഇതൊന്നും നമുക്ക് അവിടെ എപ്പോഴും ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല, നമുക്കതിനോട് സമയമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആസ്വദിച്ച് പിടിയും കോഴിയും കഴിച്ചു. ഉറങ്ങിക്കിടന്ന മക്കളെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ച് രാത്രി 11:15 ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കഴിച്ചു. അപ്പം ഞങ്ങളുടെ കേരളത്തിലുള്ള യാത്രയിലൂടെ വ്യത്യസ്തങ്ങളായ രുചികളും വ്യത്യസ്തങ്ങളായ ആളുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ അതേ ഞാനും കൂടി ഇരുന്ന് കഴിക്കുക കേട്ടോ. കൂട്ടത്തിൽ അമ്മയുണ്ട്, അനിയനും അനിയത്തിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.